എല്ലാം നഷ്ടപ്പെട്ടു, ജീവിതത്തിന് അർത്ഥമില്ല എന്ന് വിചാരിച്ച് കല്ലെടുത്ത് കടന്നുറങ്ങിയവൻ രാത്രിയിലെ സ്വപ്നം വഴിയായിട്ട് എഴുന്നേൽക്കുമ്പോൾ ജീവിതത്തിന് അർത്ഥമുള്ളതായി. ഒറ്റ ഉറക്കത്തിലൂടെ ജീവിതത്തിന്റെ നിരാശകൾ മുഴുവൻ മാറി. ഇന്ന് വരെയുള്ള എല്ലാ വേദനകളും മാറി നിന്നെ സന്തോഷിപ്പിക്കാനായിട്ട് ദൈവത്തിന് കഴിയും. ദൈവാനുഭവം തിരിച്ചറിയുന്ന വഴികളുണ്ട്, ദൈവത്തെ കണ്ടുമുട്ടുന്ന അവസരങ്ങളുണ്ട്, ദൈവത്തെ മനസ്സിലാക്കുന്ന അവസ്ഥയുണ്ട്. അങ്ങനെ പല വഴികളിലൂടെ നടന്നു കഴിയുമ്പോഴും നിനക്ക് ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം അല്ലെങ്കിൽ നിന്നെ നയിക്കുന്ന ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നത് നിന്നെ അറിയുന്ന ദൈവം നിന്റെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. നിന്റെ മനസ്സിലെ ഞാൻ ദൈവത്തെ കണ്ടു, ഇവിടെ സത്യമായിട്ട് ദൈവമുണ്ട്. ആ ഒരു ബോധ്യം ജീവിതത്തിന് കൂടുതൽ ശക്തിയും പ്രചോദനവും അല്ലെങ്കിൽ വലിയൊരു ആശ്വാസവും കിട്ടുന്നതാണ്. ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാനായിട്ട് കഴിയട്ടെ. എല്ലാം നഷ്ടപ്പെടുമ്പോഴും ദൈവത്തിന്റെ കൂടെ നിൽക്കും എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യാശയാണ്. എല്ലാം നഷ്ടപ്പെടുമ്പോൾ ദൈവത്തിന്റെ കൂടെ നിൽക്കുക. സഹോദരനെ ഭയന്ന് മാതാപിതാക്കന്മാരെ നഷ്ടപ്പെട്ട് ഈ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന യാക്കോബ് ഒരു കല്ലെടുത്ത് വെച്ച് കടന്നുറങ്ങുകയാണ്. ആ ഉറങ്ങുമ്പോൾ തന്നെ അവനറിയാം ഒരുപക്ഷെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടാണ് ഉറങ്ങുന്നത്. ഒരുപക്ഷെ സഹോദരൻ പിന്തുടരുമോ, മാതാപിതാക്കന്മാർ നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ ഇവിടുന്ന് ചെല്ലുമ്പോൾ തൻ്റെ ജീവിതം എന്താകും, ഇങ്ങനെ അടുത്ത ഉത്കണ്ഠയോടും ആകുലതയോടും കൂടിയാണ് കല്ലെടുത്ത് തലയ്ക്ക് വെച്ചിട്ട് കടന്നുറങ്ങുന്നത്. പക്ഷേ രാത്രിയിലെ സ്വപ്നം മുഴുവൻ ജീവിതത്തെ മാറ്റി. രാത്രി കാണുന്ന സ്വപ്നം ഒരു കോവണി താഴേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു, ദൈവദൂതന്മാർ ഇറങ്ങുന്നു, ദൈവം മുകളിൽ നിൽക്കുന്നു. അവന് ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അതായത് ഉൽപ്പത്തിയുടെ പുസ്തകം 26:28-15 പറയുന്നുണ്ട്, ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെയും ഞാൻ നിന്നെ കാത്തു രക്ഷിക്കും. ഈ ഒരു ദൈവത്തിന്റെ വചനം കേട്ട് എഴുന്നേൽക്കുന്ന യാക്കോബിന്റെ ജീവിതത്തിന് അർത്ഥമുണ്ടായി. എല്ലാം നഷ്ടപ്പെട്ടു, ജീവിതത്തിന് അർത്ഥമില്ല എന്ന് വിചാരിച്ച് കല്ലെടുത്ത് കടന്നുറങ്ങിയവൻ രാത്രിയിലെ സ്വപ്നം വഴിയായിട്ട് എഴുന്നേൽക്കുമ്പോൾ ജീവിതത്തിന് അർത്ഥമുള്ളതായി. ഒറ്റ ഉറക്കത്തിലൂടെ ജീവിതത്തിന്റെ നിരാശകൾ മുഴുവൻ മാറി. ഇന്ന് വരെയുള്ള എല്ലാ വേദനകളും മാറി നിന്നെ സന്തോഷിപ്പിക്കാനായിട്ട് ദൈവത്തിന് കഴിയും. അതുകൊണ്ടാണ് രാവിലെ ആ കല്ലെടുത്ത് വെച്ചിട്ട് അവൻ പറയാണ്, ഇവിടെ ദൈവമുണ്ട്. പിന്നീട് അത് ഒരു ബലിപീഠമായിട്ട് മാറുന്നുണ്ട്. അവൻ യാത്ര ചെയ്യുമ്പോഴും തിരിച്ചു വരുമ്പോഴും ബഥേൽ വരുമ്പോൾ അവിടെ ബലിയർപ്പിക്കുന്നുണ്ട്. കാരണം അവിടെ ദൈവമുണ്ട്. ദൈവാനുഭവം തിരിച്ചറിയുന്ന വഴികളുണ്ട്, ദൈവത്തെ കണ്ടുമുട്ടുന്ന അവസരങ്ങളുണ്ട്, ദൈവത്തെ മനസ്സിലാക്കുന്ന അവസ്ഥയുണ്ട്. അങ്ങനെ പല വഴികളിലൂടെ നടന്നു കഴിയുമ്പോഴും നിനക്ക് ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം അല്ലെങ്കിൽ നിന്നെ നയിക്കുന്ന ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നത് നിന്നെ അറിയുന്ന ദൈവം നിന്റെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. നിന്നെ മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ കണ്ണുനീര് കാണുന്ന ദൈവമുണ്ട്, എല്ലാ കഷ്ടതകളും കാണുന്ന. അതുകൊണ്ടാണ് ഈ ജോസഫിന്റെ ജീവിതത്തിൽ വളരെ പ്രതിസന്ധികളിലൂടെ, കഷ്ടപ്പാടുകളിലൂടെ, ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്ന 21 വർഷമുണ്ട്. ആ 21 വർഷത്തിന്റെ യാതനകൾക്കിടയിലും യാക്കോബ് കടന്നു പോകുന്ന 21 വർഷത്തിന്റെ ആ ജീവിതത്തിന്റെ കഷ്ടപ്പാടിലും യാക്കോബ് പറയാണ്, ദൈവമായ ഇസ്രായേലിന്റെ ശക്തിയായവൻ എൻ്റെ കൂടെയുണ്ട്, ഇസ്രായേലിന്റെ ശക്തിയായവൻ കൂടെയുണ്ട്. ആ ബോധ്യം കിട്ടിയത് ബഥേൽ വെച്ചാണ്. ദൈവത്തെ കണ്ടുകൊണ്ട് ദൈവത്തെ കാണാൻ ആ സ്വപ്നം വഴിയായിട്ട് തന്നെ ദൈവം കൂടെയുണ്ട് എന്നുള്ള ബോധ്യം യാക്കോബിന് കിട്ടുകയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാം നഷ്ടപ്പെട്ടവന് എല്ലാം ദൈവമായിട്ട് മാറുക. ജീവിതത്തിന്റെ ഏറ്റവും കൂടുതൽ അർത്ഥം നൽകുന്നത് ദൈവം കൂടെയുണ്ടെന്നുള്ള ബോധ്യമാണ്. ദൈവം കൂടെയുണ്ട് എന്നുള്ള ബോധ്യം ജീവിതത്തെ ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കും. നമുക്കിന്ന് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന, നിരാശപ്പെടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ആരും എൻ്റെ കൂടെയില്ല, എന്തിന് ജീവിക്കണം. ഈ ഒരു മനോഭാവം തന്നെ ജീവിതത്തിന്റെ എല്ലാ പ്രതീക്ഷകളും എടുത്തു കളയും. എന്നാൽ ഈ ബഥേൽ എന്ന വാക്ക് തന്നെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ കൂടെയുണ്ട്. അത് ജീവിതത്തിന് ഏറ്റവും വലിയ ശക്തിയാണ്. ദൈവം നൽകുന്നതിൽ കവിഞ്ഞ് എന്ത് സംരക്ഷണം നൽകാനായിട്ട്, ആർക്ക് സംരക്ഷണം നൽകാനായിട്ട് കഴിയും? ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഉറച്ച സംരക്ഷണം നൽകുന്നത് ദൈവത്തിനാണ്. ലാമാന്റെ അടിമവേലയെ പോലെ ജീവിക്കുന്നതിന് ആ സമയത്തും ദൈവത്തിന്റെ സാന്നിധ്യമാണ് ഈ യാക്കോബിനെ ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. എല്ലാ കാലഘട്ടങ്ങളിലും നിന്നെ അറിയുന്ന ദൈവത്തെ തിരിച്ചറിയാൻ ദൈവത്തിന്റെ കൂടെയുണ്ട്. നിന്റെ കഷ്ടതകളിലും സഹനങ്ങളിലും ഒക്കെ നിന്നെ അറിയുന്ന ദൈവം നിന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ജീവിതത്തിന് അർത്ഥം തരുന്ന ദൈവിക സാന്നിധ്യത്തെ നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ട് പരിശ്രമിക്കാം. ജീവിതത്തിന്റെ അർത്ഥം നിന്നെ അറിയുന്ന ദൈവം നിന്റെ കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, പലരുടെയും വേദനയും സംശയവുമാണ്, ദൈവം ഇതെല്ലാം കാണുന്നുണ്ടോ?
പക്ഷേ വചനം യാക്കോബിലൂടെ പറയുന്നത് ബേഥേൽ, നിന്റെ കൂടെ നിൽക്കുന്ന ദൈവത്തെ, ആ ദൈവത്തെ തിരിച്ചറിഞ്ഞ് ജീവിക്കാനായിട്ട് പരിശ്രമിക്കാം. ജീവിതത്തിന് അർത്ഥം നൽകുന്ന ദൈവിക സാന്നിധ്യം നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ട് പരിശ്രമിക്കാം. പ്രിയപ്പെട്ടവരെ, നിനക്ക് മുൻപിൽ ദൈവം പ്രത്യാശയുടെ കവാടം തുറക്കുന്നു. ഉറച്ചു വിശ്വസിക്കുക. ദൈവം നിന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.